ഹായ്, വെക്കേഷൻ അല്ലേ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ലോ കോസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ബുക്കിംഗ്, അപ്പം കേരളത്തിലാണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ റേറ്റ് കുറച്ച് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന എയർപോർട്ട് കൊച്ചിയിൽ നിന്ന്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് അത്യാവശ്യം ഫ്ലൈറ്റ് കണക്ഷൻസ് ഉണ്ട്. സോ ട്രിവാൻഡ്രത്ത് നിന്നോ കാലിക്കറ്റ് ആണെങ്കിൽ വരുന്നെന്നുണ്ടെങ്കിൽ ജനശതാബ്ദി യൂസ് ചെയ്തിരിക്കുക. ഇപ്പോൾ ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 12:30 സ്റ്റാർട്ട് ചെയ്ത് 2 മണിക്ക് എത്തുന്ന ഏകദേശം 1.25 മണിക്കൂറാണ് ജേണി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഒരു ദിവസം ഫ്ലൈറ്റ് യാത്ര തിരിച്ച് ട്രെയിൻ യാത്രയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു യാത്ര ട്രാവൽ ചെയ്തിട്ട് പോകാൻ പറ്റും. ശരി, അപ്പോൾ മേക്ക് മൈ ട്രിപ്പിൽ പോവുക. മേക്ക് മൈ ട്രിപ്പിൽ കൊച്ചി ടു സേലം എന്ന് കൊടുക്കുക. എന്നിട്ട് ഫ്ലൈറ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫ്ലൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 1155 1155 ആണ് റേറ്റ് വരുന്നത്. അലയൻസ് എയർ ആണ്. 12:50 എടുത്തിട്ട് 2 മണിക്ക് അവിടെ എത്തുന്നതായിട്ട്. അപ്പോൾ ഇതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറും 1200 രൂപയ്ക്ക് ഈസി ആയിട്ട് ഒരു ഫ്ലൈറ്റ് യാത്ര നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സേലം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ടാക്സി, പ്രൈവറ്റ് ടാക്സിയോ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സസോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്ത് അവിടെ എത്താൻ പറ്റുന്നത് ഏർക്കാട് എന്ന് പറയുന്ന ഒരു ഹില്ലി ഏരിയയിലാണ്. അപ്പോൾ ആ ഏർക്കാടിൽ TTDCയുടെ ഹോട്ടൽസ് ഉണ്ട്. ഈ TTDCയുടെ ഹോട്ടൽസിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു 2500 to 2800 രൂപയായിരിക്കും റേറ്റ് വരുന്നത്. അപ്പോൾ ഈ റേറ്റിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് 2 ദിവസമോ താമസിക്കാൻ പറ്റും. തിരിച്ച് സേലത്ത് വന്നിട്ട് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തും. അപ്പോൾ ഒരു ഫ്ലൈറ്റ് യാത്രയും ലോ കോസ്റ്റിലായി, ഒരു ട്രാവലിംഗിൻ്റെ എക്സ്പീരിയൻസുമായി, മാത്രമല്ല നമുക്ക് എൻജോയ് ചെയ്തിട്ട് നമ്മുടെ ട്രിപ്പ് ആസ്വദിക്കാനും പറ്റും. സോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പം ഹാപ്പി ട്രാവലിംഗ്. ബൈ ബൈ.